എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഓരോ മാസവും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പോർട്ട് മുന്നേറുകയാണ്. ഓഗസ്റ്റിൽ 1,18,943 TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പോർട്ട്. അത് ഒരു റെക്കോർഡാണ്. നമ്മുടെ പോർട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഓപ്പറേഷണൽ ആയിട്ട്. അതിന്റെ കമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് തുടങ്ങിയത് 2024 ഡിസംബറിലാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ ഇത്രയും അധികം പല നെഗറ്റീവുകളും പലരും പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ഇത്രയധികം കണ്ടെയ്നർ മൂവ്മെന്റ്സ് നമ്മുടെ പോർട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതും ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ചെയ്യുന്നത് മുൻപാണ്. ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി ഇത് വീണ്ടും കൂടാനാണ് സാധ്യത. അതുപോലെ ഗേറ്റ് വേ കാർഗോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പോർട്ട് ഹൈവേ NH ബന്ധിപ്പിക്കുന്ന പോർട്ട് ഹൈവേയുടെ നിർമ്മാണം ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ്. അതിന്റെ ഒരു ടെസ്റ്റ് റൺ എന്ന നിലയ്ക്ക് ഒക്ടോബർ മുതൽ തന്നെ ഗേറ്റ് വേ കാർഗോ ചെറിയ രീതിയിൽ ഓപ്പൺ ആകുന്നതായിരിക്കും. നവംബർ ഡിസംബർ ആകുന്നതോടുകൂടി ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് തന്നെ ഗേറ്റ് വേ കാർഗോ ഓപ്പറേഷൻസ് തുടങ്ങുന്നതായിരിക്കും. ഇതിനകം തന്നെ തമിഴ്നാട്, കർണാടക, തെലങ്കാനയിൽ നിന്ന് വരെ പല കമ്പനികളും ഗേറ്റ് വേ കാർഗോ വഴി ഇമ്പോർട്ടും എക്സ്പോർട്ടും നടത്തുന്നതിനെ കുറിച്ച് പോർട്ടുമായിട്ട് എൻക്വയറി നടത്തിയിട്ടുണ്ട്. പല ന്യൂസ് റിപ്പോർട്ടും വന്നതാണ്. വോൾവോ, വാൾമാർട്ട് പോലെയുള്ള വലിയ കമ്പനികൾ പോലും പോർട്ടിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ ഗേറ്റ് വേ കാർഗോ തുടങ്ങുന്നതോടുകൂടി നമ്മുടെ റോഡുകളിൽ പല രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും. ഇപ്പോൾ തന്നെ ട്രാഫിക് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഈ വലിയ കണ്ടെയ്നറൊക്കെ വരുമ്പോൾ അതെങ്ങനെ നമ്മുടെ ഹൈവേ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് കുറച്ചുകൂടെ പ്രൊആക്റ്റീവായിട്ട് പല ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്. ട്രിവാൻഡ്രം ഔട്ടർ റിംഗ് റോഡ് അടക്കം വലിയ വേഗതയിൽ തന്നെ പൂർത്തീകരിക്കേണ്ട പദ്ധതികളാണ്. നന്ദി.